ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കാതെ പോകുന്ന സിനിമയ്ക്ക് പിന്നിലെ കഷ്ടപ്പാടുകൾ പലപ്പോഴും പ്രേക്ഷകർ അറിയാറില്ല. നിസാര കാരണം മതി ഒരു ചിത്രം പരാജയത്തിലേക്ക് നീങ്ങാൻ. നല്ല സിനിമയ്ക്ക് പിന്തുണയുമായി നീങ്ങുന്ന പ്രേക്ഷകരെയാണ് എന്നും സിനിമാക്കാർക്ക് ആവശ്യം. റിലീസിന് മുമ്പ് തന്നെ പല ചിത്രങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ വൻ ഹൈപ്പ് ലഭിക്കാറുണ്ട്. ബോക്സ് ഓഫീസുകളിൽ കോടികൾ വാരുന്ന സിനിമകളെക്കുറിച്ച് മാത്രമാണ് വാർത്താ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. തിയേറ്ററുകളിൽ പരാജയമടിഞ്ഞ് ഡൗൺലോഡിംഗ് സൈറ്റിലൂടെ ശ്രദ്ധിക്കപ്പെടാനാണ് അത്തരം ചിത്രങ്ങളുടെ യോഗം. ടൊവിനോ തോമസിന്റെ ഗപ്പിയായിരുന്നു സമീപകാലത്ത് ഇത്തരമൊരു അവസ്ഥ നേരിടേണ്ടി വന്ന ചിത്രം. എന്നാൽ ഇപ്പോൾ പുതിയ ചിത്രമായ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും ഈ ഗണത്തിൽ വരുമെന്ന ആശങ്കയിലാണ് സംവിധായകൻ രോഹിത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഭാവനയും ആസിഫ് അലിയും വേഷമിട്ട അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ റിലീസ് ചെയ്തിട്ട് നാളുകൾ പിന്നിടുന്നതിനിടയിലാണ് പ്രേക്ഷകരില്ലെന്ന കാരണവും പറഞ്ഞ് സിനിമ ഹോൾഡ് ഓൺ ഭീഷണി നേരിടുന്നത്. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. സിനിമ റിലീസ് ചെയ്തപ്പോഴേയുള്ള തണുപ്പൻ മട്ടിൽ സംവിധായകൻ ആകെ നിരാശനാണ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രത്തോട് പ്രേക്ഷകർ തന്നെ മുഖം തിരിക്കുന്ന സമീപനത്തിൽ നിരാശനായ സംവിധായകൻ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാണണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് കണ്ടോ, ഇപ്പൊ തെറിക്കും തിയേറ്ററിൽ നിന്ന് എന്നായിരുന്നു സംവിധായകൻ രോഹിത് VSന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തുടർന്ന് സിനിമ കണ്ട ഒട്ടേറെ പേർ സംവിധായകന് പിന്തുണയുമായി ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിട്ടുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടനൊപ്പം തിയേറ്ററിലെത്തിയ ഗോദയുടെ സംവിധായകൻ ബേസിൽ ജോസഫ് തന്നെ രോഹിത്തിനും അദ്ദേഹത്തിന്റെ സിനിമയ്ക്കും പിന്തുണയുമായി എത്തി. നടൻ അജു വർഗീസും സംവിധായകന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രോഹിത് എന്ന നവാഗതന്റെയും അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെയും 3 വർഷമായുള്ള പ്രയത്നത്തെക്കുറിച്ച് തനിക്ക് വ്യക്തിപരമായി അറിയാമെന്നും അത് ഇത്തരത്തിൽ അവസാനിക്കുന്നത് ദുഃഖകരമാണെന്നും ബേസിൽ ഫേസ്ബുക്കിൽ അറിയിച്ചു. ഏറെ പോസിറ്റീവ് റിവ്യൂ ലഭിച്ചിട്ടും അറിയിക്കുന്ന അംഗീകാരം ലഭിക്കാത്തത് ഖേദകരമാണെന്നും സിനിമയെ സ്നേഹിക്കുന്നവർ ചിത്രം കാണണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും ബേസിൽ പറയുന്നു.